പുയപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDFന് ഭരണം നഷ്ടമാകും. പുയപ്പള്ളി പഞ്ചായത്തിൽ LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പുറത്തായി. ഇനി UDFന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. പഞ്ചായത്തിലാകെ 16 സീറ്റുകളാണ്. ഇതിൽ LDFന് 8ഉം UDFന് 7, BJP 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ BJP അംഗം വിട്ടുനിന്നതോടെ LDFന് ഭരണം ലഭിക്കുകയും ചെയ്തു. എന്നാൽ കാഞ്ഞിരംപാറയിൽ നിന്നുള്ള LDFന്റെ മെമ്പർക്ക് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെക്കുകയും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രതിനിധി വിജയിച്ചതോടെ UDFന് 8 സീറ്റും LDFന് 7 സീറ്റുമായി മാറി. ഇന്ന് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ BJPയിൽ നിന്നുള്ള അംഗം കൂടി പിന്തുണയ്ക്കുകയും 7-നെതിരെ 9 വോട്ടുകൾ നേടി അവിശ്വാസ പ്രമേയം പാസ്സാവുകയും LDFന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പുറത്താവുകയും ചെയ്തു. ഇനി ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വന്ന ശേഷമാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണ സീറ്റ് ആയതിനാൽ കോൺഗ്രസിൽ നിന്നുള്ള അംഗം മയിലോട് വാർഡിലെ പ്രതിനിധിയായ മായ ആകാനാണ് സാധ്യത. വൈസ് പ്രസിഡന്റ് പുയപ്പള്ളി ടൗൺ വാർഡ് പ്രതിനിധി രാജു ചാവടി ആകുമെന്നാണ് UDF വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. എങ്കിലും മുൻ പ്രസിഡന്റ് വസന്തകുമാരിയുടെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു. കോൺഗ്രസിലും പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നു. കാഞ്ഞിരംപാറ 5-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തതോടെയാണ് അവിശ്വാസത്തിന് കളമൊരുങ്ങിയത്. ഇതോടെ LDFൽ CPI 4, CPM 3 എന്ന രീതിയിലായി. CPIക്ക് പിന്നിൽ CPMനെ എത്തിച്ചതിലും പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്തിയതിലും പാർട്ടി നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുന്നു. പാർട്ടി സമ്മേളനങ്ങൾ നടക്കാനിരിക്കെ CPMൽ ഇത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കാരണമായേക്കും. ന്യൂസ് ബ്യൂറോ, പുയപ്പള്ളി.